ശിവായ. ഓം നമഃ 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 ശിവായ. ശിവൻ ശിവൻ ശിവൻ. ആരാണ് ഈ ശിവൻ? എന്തിനാണ് പിതാവ് പാർവതിക്ക് ശിവാരാധന ചെയ്യുവാൻ അനുമതി നൽകിയത്? പിതാവിന് എന്തു പറ്റി? ഒരു രാജകുമാരിക്ക് ഏതോ ഒരു യോഗിയുമായി അനുരാഗബന്ധം? ഇത് രാജകുടുംബത്തിന് ശോഭ നൽകുമെന്നാണോ? ഇല്ല, ഇത് അത്യന്തം അശോഭനീയമാണ്. ആ ജടാധാരി പാർവതിയുടെ ഭർത്താവാകാൻ ഒരിക്കലും യോഗ്യനല്ല. ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പാർവതിക്ക് തപസ് ചെയ്യുവാൻ അനുമതി നൽകണമെന്ന്. ഇല്ല. എന്തുകൊണ്ട് അനുമതി നൽകണം? ഇത്തരം ചോദ്യം ഒരു പുത്രൻ പിതാവിനോട് ചോദിക്കരുത്. പിന്നെ എന്ത് ചോദ്യമാണ് ചോദിക്കുക? പിതാവേ, അങ്ങ് എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയേ തീരൂ. പറഞ്ഞാലും ആരാണ് ഈ ശിവൻ? അത്ര വലിയ വ്യക്തിയാണോ ഈ ശിവൻ? അയാൾക്ക് വേണ്ടി എന്റെ സഹോദരി പാർവതി ഇത്രയും കഠിനമായി തപസ് ചെയ്യണമെന്നാണോ? ആരെങ്കിലും പറഞ്ഞു തരൂ. സത്യം എന്താണ്? സത്യം എന്താണ്? ആരാണ് ഈ ശിവൻ? ഈ ശിവൻ 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 ശിവൻ. മൈനാക, 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 മൈനാക. നിങ്ങൾ ആരാണ്? ഞാൻ നീ തേടുന്ന ആൾ തന്നെ. അയാൾക്കായി നീ വ്യാകുലനല്ലേ? ഇല്ലേ, ഇല്ല, ഞാൻ വ്യാകുലനല്ല. എനിക്കെന്താണ് ആവശ്യം നിങ്ങളെ തേടാൻ? ആവശ്യമുണ്ട്. പറഞ്ഞില്ലേ ഇല്ലെന്ന്? സ്വയം അവനവനെ കബളിപ്പിക്കരുത്. എന്ത് അധർമ്മിയാണ് നീ? ആരാണ് നിങ്ങൾ? ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കേണ്ടവനാണ്. പക്ഷേ പുറത്തു നിൽക്കേണ്ടി വരികയാണ്. വാക്കുകളുടെ ജാലത്തിൽ കുടിക്കേണ്ടതില്ല. ആരാണെന്ന് പറയണം. എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നീയും എന്നെ അറിയണം. ഞാൻ ശിവതത്വമാണ്. അപ്പോഴെന്നെ അറിയാമല്ലേ? പറയൂ, ഞാൻ ആരാണ്? നീ അജ്ഞാനി. ശിവതത്വമേ, ഞാൻ അജ്ഞാനിയാണെന്നറിയാമെങ്കിൽ ദൂരെ നിൽക്ക്. നിങ്ങൾക്ക് എന്നോട് ഭയം തോന്നുന്നില്ലേ? ദുർബലനെ എന്ത് ഭയം? ദുർബലൻ? ഞാനോ ദുർബലൻ? നിങ്ങൾക്ക് എന്റെ ശക്തി മനസ്സിലായിട്ടില്ല. ഞാനൊരു വ്യക്തിയുടെ മനോബുദ്ധിയെ ബാധിച്ചു കഴിഞ്ഞാൽ നിമിഷാർത്ഥം കൊണ്ട് ലക്ഷക്കണക്കിന് ജീവന്മാരെ മൃത്യുവിന്റെ വക്രത്തിലേക്ക് വലിച്ചെറിയുവാനാകും. എന്നെ ശരണം പ്രാപിച്ചാണ് ഹിംസ, രക്തത്തിന്റെ നദി ഒഴുക്കുന്നത്. കുടുംബം മുതൽ സാമ്രാജ്യം വരെ അതിൽ മുങ്ങിപ്പോകുന്നത്. എന്റെ ചരണങ്ങളെ ആശ്രയിച്ചാണ് ഈർഷ്യ, ദുർബുദ്ധി, ദുർഭാവന, ദുഷ്മൃതി, യുദ്ധം, കലഹം, വിവാദം, ശത്രുത ഇവയ്ക്ക് ജന്മമേകുന്നത്. എന്റെ ഉള്ളിൽ രോഷത്തിന്റെ അഗ്നി ജ്വലിക്കുമ്പോൾ
ഒരു പ്രാണി മറ്റൊരു പ്രാണിയുടെ ജീവന് വേണ്ടി ദാഹിച്ചു തുടങ്ങും. എന്നിൽ ഉൽപ്പന്നമാകുന്ന അസത്യവും കാപട്യവും നഗ്ന നൃത്തമാടുമ്പോൾ ഈ ജഗത്ത് മുഴുവനും ഞെട്ടിവിറയ്ക്കുന്നു. നീ എന്നെ ദുർബലൻ എന്ന് വിളിക്കുന്നുവോ? നിനക്കിതെല്ലാം ചെയ്യാനാകുമോ? ഇത്തരം വിനാശലീലകൾ നടത്തുന്നവർ ഗർവിക്കരുത്, നാണിക്കുകയാണ് വേണ്ടത്. എനിക്കിതൊന്നും ചെയ്യാനാകില്ല. അവ ചെയ്യുന്നത് എന്റെ ധർമ്മവുമല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകും? എനിക്ക് ജനങ്ങളുടെ എല്ലാം മനസ്സിൽ ശാന്തി, പ്രേമം, സത്യം, അഹിംസ ഇവയുടെയെല്ലാം അമൃതധാര പ്രവഹിപ്പിച്ച് അവർക്കെല്ലാം സുഖദവും ശാന്തിമയവും ആനന്ദപൂർണവുമായ ജീവിതം നൽകുവാനാകും. നിന്റെ അഹങ്കാരത്തിൻ്റെ അന്ധകാരത്തിനെ ദൂരെ നിർത്തി പ്രാണന്മാർക്ക് പ്രകാശം നൽകുവാനുമാകും. അത് ജീവിതത്തെ ധന്യവും കൃതാർത്ഥവും ആക്കി മാറ്റും. എന്റെ ശക്തി വിനാശകമല്ല, രചനാത്മകമാണ്. മതി മതി. ഭൂമിയിലെ മനുഷ്യനെ നോക്കി രചനാത്മക ശക്തിയുടെ ദുഷ്പരിണാമം ഞാൻ മനസ്സിലാക്കിയതാണ്. ഏതൊരു ദുഷ്പരിണാമം നീ കണ്ടുവോ അതെന്റെ രചനാത്മക ശക്തിയുടേതല്ല, നിന്റെ വിനാശക ശക്തിയുടേതാണ്. ഞാനെപ്പോഴും ആത്മീയ സൗന്ദര്യത്തെ സൃഷ്ടിക്കുന്നു. പ്രാണി സൗന്ദര്യപ്രേമിയും സൗശീല്യത്തിന്റെ സമർത്ഥകനും ആണത്രേ. അതാണ് എന്റെ കർമ്മം. നീ ദുഷ്ടനും നീചനും ചതിയനുമാണ്. നീ എന്റെ മാർഗത്തിൽ വിഘ്നമുണ്ടാക്കിയാൽ ഞാൻ നിന്റെ സർവനാശം വരുത്തും. അത് നിന്റെ വരുതിയിലല്ല. ക്രോധപൂർവം എന്നോട് സംസാരിക്കുന്നതും നിന്റെ അജ്ഞാനം തന്നെയാണ്. അപരാധം പറഞ്ഞ് ദുഷ്ടത നീ ചെയ്യുന്നു. അപ്പോൾ ദുഷ്ടൻ ഞാനാണോ? തന്റെ സഹോദരി പാർവതിയുടെ ശിവാരാധനയുടെ ഉദ്ദേശശുദ്ധിയിൽ അസന്തുഷ്ടൻ നീയാണ്. എന്നിട്ടും നീചൻ ഞാനാണോ? ശിവഭക്തിയിൽ ഭയഭീതൻ നീയാണ്. എന്നിട്ടും ഭീരു ഞാനാണോ? വിപരീതം ചിന്തിക്കുന്നു, പറയുന്നു, ചെയ്യുന്നു. അതിന്റെ പരിണാമവും വിപരീതം തന്നെയാകും. അതുകൊണ്ടാണ് നിന്റെ നാമം അജ്ഞാനമെന്നായത്. മതിയാക്ക് നിന്റെ വാചാലത. എന്റെ പ്രവൃത്തിയെയും വാക്കിനെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ നീ ആരാണ്? ആര് തന്നു നിനക്ക് ഈ അധികാരം എന്നെ കുറിച്ച് തീരുമാനമെടുക്കുവാൻ? എന്റെ സഹോദരി പാർവതിയെ കുറിച്ച് പറയുവാൻ നീ ആരാണ്? പറയാത്തത് എന്താണ് ദുഷ്ട? ഞാൻ ദുഷ്ടനല്ല, ശിഷ്ടനാണ്. പറഞ്ഞില്ലേ, എന്റെ മൂലസ്ഥാനം നിന്റെ ഉള്ളിലാണ്. പക്ഷേ അത് മനസ്സിലാക്കുവാൻ ആദ്യം നീ ജ്ഞാനം നേടണം. അഹങ്കാരമെന്ന അജ്ഞാനം നിന്നെ തന്നെ അന്ധകാരകൂപത്തിൽ എറിയുന്നു. നിനക്ക് ജ്ഞാനം ലഭിക്കുന്നില്ല, അജ്ഞാനിയായി ഭവിക്കുന്നു. ഞാനും അവിടെ താമസിക്കാനാവാതെ പുറത്തേക്ക് വരുന്നു. ഹേ അധമാ, എന്നെ അഹങ്കാരവും അന്ധകാരവും ബാധിച്ച അജ്ഞാനി എന്ന് വിളിക്കുവാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അറിയാമോ, ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും രീതിയും നിയമവുമായി രൂപാന്തരപ്പെടുന്നു. ഇത് തന്നെയാണ് അഹങ്കാരം, ഇത് തന്നെയാണ് അന്ധകാരം, അത് തന്നെയാണ് അജ്ഞാനവും. ഇത് കാരണം ജഗത്തിൽ അശാന്തി വ്യാപിക്കുന്നു.